എക്സിറ്റ് പോളുകളെ മറികടക്കുന്ന ഒരു തേരോട്ടമാണ് നിതീഷ് കുമാറിന്റെ. അതങ്ങനെ നടക്കുന്നത് ഏറ്റവും വലിയ ഒറ്റകക്ഷിക്കുള്ള മത്സരമാണ്. അത് RJD-യും BJP-യും തമ്മിലാണ്. ഇപ്പോൾ RJD ആണ് മുന്നിൽ 66 പോലെ തന്നെ സമാനമായ രീതിയിലാണ്. അതായത് അവിടെ BJP വിരുദ്ധ രാഷ്ട്രീയത്തിന് സ്പേസ് ഉണ്ട്, BJP വിരുദ്ധ രാഷ്ട്രീയത്തിന് അവിടെ സ്പേസ് ഉണ്ട്. JDU കൂടി മാറ്റി നിർത്തി നോക്കൂ നിങ്ങൾ. ഇതിൽ നിന്ന് JDU പ്ലസ് RJD ഇപ്പോഴും സർക്കാർ രൂപീകരിക്കാൻ പറ്റും. പക്ഷേ JDU വരില്ല. നിതീഷ് കുമാർ കേന്ദ്രത്തിൽ അധികാരമുള്ള ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന നിലയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് പൊളിറ്റിക്കൽ. മാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ JDU-നെ അങ്ങനെ താഴ്ത്തി കെട്ടാൻ BJP കഴിയില്ല. പറ്റില്ല. കാര്യം JDU വരേണ്ട കാര്യമില്ല. അല്ല, ഒരു കാര്യം നമ്മൾ പറയാം, നിതീഷ് കുമാർ തീരുമാനിക്കും ആര് മുഖ്യമന്ത്രിയാവണമെന്ന്. താൻ തീരുമാനിക്കുന്നത് വരെ ബീഹാറിന്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. എനിക്കൊന്ന് രാഷ്ട്രീയ ഭീഷ്മർ ആണ് നിതീഷ് കുമാർ എന്ന് തോന്നുന്നു. ഭീഷ്മരാണ്. അതായത് ശരശയ്യ സ്വയം വിധിക്കും എപ്പോൾ മരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അൽവിദ ചാച്ച എന്നുള്ളത് മടക്കി വെക്കേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ അൽവിദ രാഹുൽ എന്നുള്ളത് പറയേണ്ടി വരും. പക്ഷേ തേജസ്വി യാദവിന്റെ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ച പ്രകടന പത്രിക അത് ഏറ്റെടുത്തിരിക്കുന്നു. ഒരു മുന്നണിയുടെ പ്രകടനമുണ്ട്. സംസ്ഥാന പാർട്ടി എന്ന നിലയ്ക്ക് ഗംഭീരമായി പെർഫോം ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് സച്ചിൻ സേവക് പെർഫോമൻസ്, പഴയ ഇന്ത്യ ക്ലാസിക് ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് ഉള്ളൂ. അതാണ് NDയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. 65-61 നമ്മൾ അങ്ങനെയല്ലേ വൺ ഡേയിൽ നമ്മൾ നോക്കുമ്പോൾ പോലും മികച്ച ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് ഉള്ള ഒരു ടീം പോലെയാണ് NDA പ്രവർത്തിക്കുന്നത്. 65 BJP, 61 JDU. എന്നാൽ മറിച്ച് മികച്ച ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പിൽ ഇറങ്ങിയ രാഹുൽ തേജസ്വിയോ ചെറുപ്പക്കാരുടെ ചെറുപ്പക്കാരുടെ പ്രതിനിധിയായി എത്തിയ രാഹുൽ തേജസ്വി കോംബോയ്ക്ക് 66-4 റൺസ് എടുത്ത് പാർട്ടിയേക്കാൾ താഴെയാണ്. അതാണ് കോൺഗ്രസ് എന്നുള്ളതാണ്. അത് വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ തവണ 19 ഇടത്ത് ജയിച്ചെടുത്താണ് ഇപ്പോൾ 4 ലീഡ്. ഇത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം NDA കാഴ്ചവെക്കുന്നുണ്ട്. ഇത് എക്സിറ്റ് പോളുകളെ മറികടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. 140-ന് പുറത്തേക്ക് പോയാലും നമുക്ക് പല കാര്യങ്ങളും കോൺഗ്രസ് പറയുന്നത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അതായത് അടിസ്ഥാനം നിങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കൂ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിച്ചാൽ ജനങ്ങൾ നിങ്ങൾക്കൊപ്പം നിൽക്കും. അതാണ് കേരളത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്. കേരളത്തിൽ അടിസ്ഥാനമായ ജനകീയ വിഷയങ്ങളിലേക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തുന്നു. നിതീഷ് കുമാർ എങ്ങനെ പെർഫോം ചെയ്തു? ആ സമാനമായ രീതിയിലുള്ള ഒരു പ്രതിച്ഛായ നിർമ്മിതി മറുഭാഗത്ത് നടക്കുന്നുണ്ട്. അതിൽ PR എന്നൊക്കെ പറയുന്നു, അത് അവിടെയും PR എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് അടിസ്ഥാനമായി ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 68 ഇടങ്ങളിൽ BJP ലീഡ് ചെയ്യുന്ന കാഴ്ച, 63 ഇടങ്ങളിൽ JDU ലീഡ് ചെയ്യുന്ന കാഴ്ച. 10,000 രൂപ അക്കൗണ്ടിൽ കൊടുത്തിട്ട് ഇനി എല്ലാ മാസവും 10,000 രൂപ അക്കൗണ്ടിൽ തരുമെന്ന് പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് സർക്കാർ ജോലി തരുന്നു തമ്മിൽ വ്യത്യാസമുണ്ട്. കേവല ഭൂരിപക്ഷം പിന്നിട്ടിരിക്കുകയാണ് NDA. ഈ കോൺഗ്രസ് 4-ൽ നിൽക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്തായിരുന്നു രാഹുൽ ഗാന്ധി അന്ന് പോയ കുളത്തിൽ ചാടിയത്? അതൊക്കെ ഉണ്ടാവും. അതൊക്കെ അങ്ങനെയാണ്, ജനങ്ങളുടെ രാഷ്ട്രീയം അങ്ങനെയാണ്. പക്ഷേ അത് ജനങ്ങൾക്ക് മനസ്സിലായില്ല എന്തിനാ ചാടി എന്നുള്ളത്. അതാണ് ഇപ്പോൾ വരുന്ന ഒരു സൂചന. 68-63 BJP JDU, 68-63 LJP 6 എന്നുള്ളതാണ്. ഒരു തിരിച്ചുവരവിന് ഇനി സാധ്യത ഏറെക്കുറെ അപ്രസക്തമാകുന്നത് പോലെ ഇനി അതായത് എല്ലാ മേഖലയിലും മഗധയിലാവട്ടെ, കോസിയിലാവട്ടെ, ഭോജ്പൂരിലാവട്ടെ, സീമാഞ്ചലിലാവട്ടെ, അവിടെയൊക്കെ NDAയുടെ ഒരു തേരോട്ടമാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇനി തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിലുള്ള ആത്മവിശ്വാസം NDAക്ക് നഷ്ടപ്പെട്ടു എന്ന് സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വെച്ചത് മുകേഷ് സാനിക്കും പാർട്ടിക്കും തിരിച്ചടിയാണ് ആണല്ലേ. അപ്പൊ മൊത്തത്തിൽ തിരിച്ചടിയുണ്ട്. തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. RJD 66, കോൺഗ്രസ് 4, രണ്ടും കൂടെ കൂട്ടിയാൽ പോലും 70 ആവുന്നുള്ളൂ. അതിനിടയ്ക്ക് ലെഫ്റ്റ് പാർട്ടികളുടെ 2 പിന്തുണ കൂടി വന്ന് 72, 138-72 എന്നുള്ളതാണ് കണക്കുകൾ ഇപ്പോൾ നമ്മളോട് പറയുന്നത്. എന്തായാലും ബഹുദൂരം NDA മുന്നിലാവുന്ന കാഴ്ചയാണ് കാണുന്നത്. 202 സീറ്റിൽ NDA മത്സരിച്ചപ്പോൾ 138 സീറ്റിൽ ലീഡ് ചെയ്യാണ്. അതായത് സ്ട്രൈക്ക് റേറ്റ് വളരെ വലുതാണ്. BJPയുടെ സ്ട്രൈക്ക് 70%. 10-ൽ 7 പേരെയും വിജയിപ്പിക്കാൻ BJPക്ക് പറ്റുമ്പോൾ 10-ൽ ഒരാളെ പോലും വിജയിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം. അതായത് 10 പേരെ നിർത്തിയാൽ 7 പേരെയും BJP വിജയിപ്പിച്ചെടുക്കും. പക്ഷേ 10 പേരെ നിർത്തിയാൽ ഒരാളെ പോലും വിജയിപ്പിച്ചെടുക്കാൻ നിലവിൽ കോൺഗ്രസിന് ബീഹാറിൽ പറ്റുന്നില്ല. ഇതാണ് കോൺഗ്രസ് നേരിടുന്ന രാഷ്ട്രീയമായിട്ടുള്ള അസ്തിത്വം. അപ്പോൾ അടുത്ത 5 വർഷത്തേക്കുള്ള നിതീഷ് ആയിരിക്കും. അടുത്ത 5 വർഷം മാത്രമല്ല, 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന സമയത്ത് നിതീഷ് കുമാർ BJP ബീഹാർ ഭരിക്കാൻ പോകുന്നത്. അതായത് ഇനി കേന്ദ്രവും കേരളവും ഒക്കെ നിതീഷ് തീരാൻ, കേന്ദ്രവും ബീഹാറൊക്കെ കേരളം നിതീഷ് തീരുമാനിക്കാനും BJP തീരുമാനിക്കാനും ആയിട്ടില്ല. അതിന് കുറച്ചുകൂടി വെള്ളം കുറയേണ്ടി വരും.
പക്ഷേ ആ വെള്ളമൊന്നും പോരാ. അവിടെ നല്ല വെള്ളം കോരി. പക്ഷേ കോൺഗ്രസ് ബീഹാറിൽ കോരിയ പോലെ ഈ വോട്ട് ചോരി എച്ച് ഫയൽസ് ഒക്കെ കൊണ്ടാണ് കേരളത്തിൽ വെള്ളം കോരുന്നതെങ്കിൽ അല്ല, കണ്ടറിയണം. കേരളത്തിൽ വോട്ട് ചോരിയൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. കേരളത്തിൽ SIR-നെതിരെയുള്ള ഒരു പ്രതിഷേധം എല്ലാവരും പ്രായോഗികമാണ്, ഒരുമിച്ചാണ് നിൽക്കുന്നത്. അക്കാര്യത്തിലൊന്നുമില്ല, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ ഒരു ഘട്ടത്തിൽ നിയമത്തെ അക്കൗണ്ട് പൂട്ടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് വോട്ട് ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതെ, ക്രോസ് വോട്ടിംഗ് അതാണല്ലോ എല്ലായിടത്തും ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. BJP-ക്കെതിരെ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസിന്റെയും CPM-ന്റെയും ഇന്ത്യ മുന്നണിയുടെയും ഒരു രാഷ്ട്രീയമായിട്ടുള്ള ആശയമാണ്. ബിജെപിയുടെ രസഗുള വിതരണം ചെയ്യാനുള്ള സമയമായി. BJP രസഗുള വിതരണം ചെയ്യാം, BJP-യുടെ ലഡു വിതരണം ചെയ്യാനുള്ള സമയം. BJP-യുടെ ലഡു വിതരണം ചെയ്യാം, RJD-യുടെയും കോൺഗ്രസിന്റെ ലഡു പൊട്ടി. ഞാൻ തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഒരു പുഴുങ്ങിയ മുട്ട കഴിക്കാം. ഒരു പുഴുങ്ങിയ മുട്ട കഴിക്കുന്നത് നല്ലതാണ്, കുറച്ചൊരു ആവേശം നല്ലതാണ്. കേരളത്തിൽ ഇനി മുട്ടയൊക്കെ കഴിച്ചൊക്കെ പ്രോട്ടീൻ ഒക്കെ എടുക്കേണ്ടി വരും. അതെ, കേരളത്തിന് വേണ്ടിയിട്ട് ഒരു പുഴുങ്ങിയ മുട്ട. അതെ. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, BJP-യുടെ വലിയ കുതിപ്പ് പ്രേക്ഷകർക്ക് കാണാം, NDയുടെ വലിയ കുതിപ്പ് കാണാം. RJD 66 ഇത് കേരളത്തിൽ കാണുമെന്ന് വിചാരിക്കണ്ട. വ്യത്യസ്ത അല്ല, മാത്രമല്ല ഇത് കേരളത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ജനങ്ങളെ തൊട്ട വിഷയങ്ങളിൽ നിങ്ങൾ രാഷ്ട്രീയം പറയുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾ കേൾക്കും എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മോളിൽ കൂടെ പോകും. ഇവിടെ എങ്ങനെയാണോ മറ്റു വിഷയങ്ങൾ, പക്ഷേ ഒരു ജയം ഉണ്ടാകുമ്പോഴേക്കും ഉടനെ അവരുടെ ഭാഗത്തേക്ക് പോകേണ്ട കാര്യമില്ല. എങ്ങനെ ജയിക്കുന്നു ഞാൻ പൂർത്തിയാക്കട്ടെ. എങ്ങനെ ജയിക്കുന്നത് പ്രധാനമാണ്. ഈ പറയുന്ന ഫ്രീ ബീസ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എല്ലാ സംവിധാനവും സർക്കാരായിരിക്കുമ്പോൾ കയ്യിലിരിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഘട്ടത്തിൽ ജനങ്ങൾക്ക് വാരിക്കോരി നൽകുകയാണ്. അങ്ങനെ വാരിക്കോരി പ്രതിപക്ഷ പാർട്ടികൾ കഴിയില്ല. 2 മാസം മുൻപാണ് സ്ത്രീകളുടെ അക്കൗണ്ടിൽ 10,000 ഇട്ട് കൊടുത്തത്. 5 വർഷം ഈ സമയത്താണ് ഇട്ട് കൊടുത്തത്. കേൾക്കൂ, അതായത് RJD അപ്പോൾ എന്ത് വാരിക്കോരി കൊടുത്തിട്ടാണ്? RJD അവർ മത്സരിച്ച നല്ല പെർഫോമൻസ്. കോൺഗ്രസ് അത് രാഷ്ട്രീയം പഠിക്കണം. കോൺഗ്രസ് അത് രാഷ്ട്രീയം പഠിക്കണം. ഞാൻ NDയുടെ മുന്നേറ്റത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിന്റെ പിന്നാക്കാവസ്ഥയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അവസ്ഥയാണ്, സംശയമില്ല. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാനിപ്പോൾ പറയുന്നത് എങ്ങനെ ജയിക്കുന്നു എന്ന് പ്രധാനമാണ്. ഇതൊരു തന്ത്രമായി എല്ലാ സംസ്ഥാനങ്ങളും എടുക്കുകയാണെങ്കിൽ അത് മോശം തന്ത്രമാണെന്നാണ് ഞാൻ പറഞ്ഞത്. 1000 രൂപ പോലും സ്വന്തം അക്കൗണ്ടിൽ വരാത്ത എത്രയോ സ്ത്രീകൾ ബീഹാറിലുണ്ട്. രേവടി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ വീട്ടമ്മമാർക്ക് 1000 രൂപ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തം മക്കളുടെ അതല്ലേ രാഷ്ട്രീയം. നിങ്ങൾ നോക്കൂ, സ്റ്റേറ്റിന്റെ ഖജനാവിലുള്ളത് നിങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യുമ്പോഴല്ലേ രാഷ്ട്രീയം. നിങ്ങൾ മികച്ച സ്കൂളുകൾ ഉണ്ടാക്കുന്നു, മികച്ച സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു, ആ മികച്ച വികസന പദ്ധതികൾ കൊണ്ടുവരുന്നു. ഒപ്പം നിങ്ങൾക്ക് ആത്മാഭിമാനത്തോടു കൂടി ഒരു പുരുഷന്റെ മുന്നിൽ തല ഉയർത്തി അല്ലെങ്കിൽ തല കുനിച്ച് നിൽക്കാതെ അവന്റെ പോയി അവന്റെ മക്കളുടെ കയ്യിൽ പോയിട്ട് യാചിക്കാതെ നിങ്ങളുടെ കയ്യിലേക്ക് പണം കിട്ടുമ്പോൾ സ്ത്രീകളുടെ നോക്കൂ, നമ്മൾ എപ്പോഴും പറഞ്ഞല്ലോ, നമ്മൾ മോദിയെ കളിയാക്കിയ ഒരു കാര്യമുണ്ട് ഒഡീഷയുടെ കാര്യത്തിൽ. അല്ലെങ്കിൽ ഈ ശൗചാലയങ്ങൾ നിർമ്മിച്ച കാര്യത്തിൽ. ശൗചാലയങ്ങൾ നിർമ്മിച്ചത് കേരളത്തിനൊരു തമാശയാണ്, പക്ഷേ ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല. ശൗചാലയങ്ങൾ നിർമ്മിച്ചപ്പോൾ അവിടെ സംരക്ഷിക്കപ്പെട്ടത് സ്ത്രീകളുടെ ആത്മാഭിമാനമാണെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ടാണ് അവർ 2014 ഒരുമിച്ച് വിധി എഴുതിയത്. അതൊരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. അതൊരു സ്ട്രാറ്റജിയാണ്, പക്ഷേ ജനങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന സ്ട്രാറ്റജിയാണ്. അതിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. ഞാൻ ഈ ഭരണം തുടങ്ങുമ്പോൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നല്ല കാര്യങ്ങളിൽ ഒന്ന് ജനങ്ങളിലേക്ക് നിങ്ങൾ പണം എത്തിക്കുന്നു എന്നുള്ളതൊരു നല്ല കാര്യമാണെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അത് പണം എത്തിക്കാതിരിക്കില്ല. അപ്പൊ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം കൊണ്ടുവന്നത് എല്ലാ മാസവും എന്റെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വരുന്നു എന്ന് പറയും. ചെറിയ കാര്യമല്ല. 1 രൂപ ഇല്ലാത്ത ഒരു അക്കൗണ്ടിലേക്ക്. മാത്രമല്ല നിതീഷ് കുമാറിന്റെ കാര്യത്തിൽ അത് മാത്രമല്ലേ, നിതീഷ് കുമാർ ആദ്യം മുതൽ അവസാനം വരെ അഴിമതിരഹിതമായ പ്രതീക്ഷയോടെ 101 സീറ്റിൽ മത്സരിച്ച BJP 70 സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. അതെ, ആകെ 142 സീറ്റുകളിൽ ലീഡ്. അതെ, മൊത്തം ഇപ്പോൾ കേവല ഭൂരിപക്ഷവും കഴിഞ്ഞ് 20 സീറ്റുകളിൽ NDയുടെ വലിയ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആയി, രണ്ടാമത്തെ ഒറ്റകക്ഷി JDU ആയി, മൂന്നാമത്തെ ഒറ്റകക്ഷി RJD ആയിട്ടുണ്ട് എന്നുള്ളതാണ്. 70, 65, 62 എന്നുള്ളതാണ്.